ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽ റുഹ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് തരുന്ന ഒരു ദൈവസ്വര സന്ദേശമാണ് മിറാക്കുലസ് മെഡൽ. ഇങ്ങനൊരു സ്വരം കർത്താവ് ചെവിയിൽ കേൾപ്പിക്കുകയാണ്. മിറാക്കുലസ് മെഡൽ അല്ലെങ്കിൽ അത്ഭുത മെഡൽ എന്ന് വിളിക്കപ്പെടുന്ന ഈ മെഡലിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഒരുപാട് പ്രാവശ്യം എൽ റുഹ ശുശ്രൂഷകളിൽ നമ്മൾ പറയുന്നൊരു കാര്യമാണ്. കർത്താവ് മിക്കപ്പോഴും വീണ്ടും സന്ദേശം തരുന്ന കാര്യമാണ്. ഈ വെന്തിങ്ങ പോലെ തന്നെ ഉത്തിരിയം പോലെ തന്നെ ഒരു മിറാക്കുലസ് മെഡൽ നമ്മുടെ കൈവശം അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരിക്കണമെന്ന സന്ദേശം. ഒരുപാട് അനുഗ്രഹമാണ് ഈ മിറാക്കുലസ് മെഡൽ കൈവശം വയ്ക്കുന്നവർക്ക് മാതാവ് വാഗ്ദാനം ചെയ്തിരിക്കുക. നമുക്കറിയാം, ഉത്തിരിയം അല്ലെങ്കിൽ വെന്തിങ്ങ അത് സഭ ഔദ്യോഗികമായി അംഗീകരിച്ചൊരു ഭക്തിയാണ്. അതുപോലെ തന്നെ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചതാണ് മാതാവ് വെളിപ്പെടുത്തിയ ഈ മിറാക്കുലസ് മെഡൽ. ഇത് കൈവശം വെക്കുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അച്ഛൻ ഈ പുസ്തകത്തിൽ എഴുതിയതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. മിറാക്കുലസ് മെഡലിൻ്റെ അല്ലെങ്കിൽ അത്ഭുത മെഡലിൻ്റെ പ്രാധാന്യം ഇത് കുറേ പേർക്ക് അറിയില്ല. ഈ പ്രാധാന്യം ഈ വായിക്കുന്നത് ശ്രദ്ധിക്കുക. ഉപവിയുടെ സഹോദരികൾ എന്ന സമൂഹത്തിലെ ഒരു നവസന്യാസിനി കാതറൈൻ ലബോറയ്ക്ക് മൂന്നാമത്തെ ദർശനത്തിലാണ് അത്ഭുത കാശുരൂപം പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെട്ട് നൽകിയ കാശുരൂപത്തിൻ്റെ മാതൃകയിൽ കാശുരൂപങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കണമെന്ന് മാതാവ് ആവശ്യപ്പെട്ടു. 1832 ലക്ഷക്കണക്കിന് കാശുരൂപങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചു. രോഗസൗഖ്യങ്ങൾ, മാനസാന്തരങ്ങൾ എന്നിവ സർവ്വസാധാരണമായി. 1836 പാരീസിൽ കാനൂനിക അന്വേഷണം നടത്തി ദർശനങ്ങളുടെ വാസ്തവികത അംഗീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഒരു മിറാക്കുലസ് മെഡൽ അത് കൈവശം വയ്ക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് വെന്തിങ്ങ കഴുത്തിലിടുമ്പോൾ തരുന്നത് പോലെ തന്നെ നമുക്ക് ലഭിക്കും എന്ന സന്ദേശമാണ് കർത്താവ് തരിക. അതുകൊണ്ട് തന്നെ ഈ മിറാക്കുലസ് മെഡൽ ഒന്നല്ലെങ്കിൽ നമ്മുടെ കീശയിൽ നമുക്ക് അത് വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ചിലരൊക്കെ ഡ്രസ്സും അതിങ്ങനെ കുത്തിവെക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വേറെ ചിലർ അത് പേഴ്സിൽ വയ്ക്കും, വേറെ ചിലർ വെന്തിങ്ങ അല്ലെങ്കിൽ കൊന്ത നമ്മൾ കഴുത്തിലിടുമ്പോൾ കൈ പിടിക്കുമ്പോൾ അതിൽ തൂക്കിയിടും. അങ്ങനെ പല രീതിയിൽ ഈ മിറാക്കുലസ് മെഡലിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. വിശുദ്ധ മദർ തെരേസ ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യമാണ് ഈ മിറാക്കുലസ് മെഡലിനോടുള്ള നമ്മുടെ ഭക്തിയും സ്നേഹവും അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പ്രത്യേകിച്ച് ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ വരുന്നവരോട് പ്രത്യേകം പറയുന്നൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരോടെല്ലാം
ഒരു മിറാക്കുലസ് മെഡൽ വാങ്ങി അത് വൈദികനെ കൊണ്ട് ആശീർവദിച്ച് പേഴ്സിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് പറയും, അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെക്കാനായിട്ട് പറയും. എന്നും കടബാധ്യത, എന്നും രോഗം, അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് അത് 10 വർഷമായിട്ടും അടച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല, ഇനിയും 4 ലക്ഷം രൂപ ബാക്കിയാണ്. ഈ രീതിയിൽ എന്ത് ചെയ്താൽ ഈ ലോണൊന്നും അടച്ചു തീർക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പൈസ എന്ത് ചെയ്താൽ കയ്യിലിരിക്കില്ല, പേഴ്സിലിരിക്കില്ല, എപ്പോഴും പൈസ കിട്ടും, അതുപോലെ തന്നെ ചിലവാകും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവും, നമ്മുടെ ബന്ധത്തിലും സ്വന്തത്തിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഒരു പ്രതിമാസം. ഒന്നും കയ്യിൽ ശേഖരിക്കാൻ പറ്റില്ല, എല്ലാം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ, സാമ്പത്തിക മേഖല. ഈ മേഖലയിലുള്ളവരൊക്കെ പറയുന്നൊരു കാര്യമാണ്, ഒരു മിറാക്കുലസ് മെഡൽ വാങ്ങി പേഴ്സിൻ്റെ ഉള്ളിൽ വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വയ്ക്കുക. ഈ ഇങ്ങനെ പറഞ്ഞത് കേട്ട് കുറേ പേര് അത് വിശ്വസിച്ച് അതുപോലെ ചെയ്തത് വഴി എത്രയോ അത്ഭുതങ്ങളാണെന്നറിയോ, എത്രയോ സാക്ഷ്യങ്ങളാണ് ഈ ആൾക്കാരെ കയറി പല മക്കളും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ഇതുപോലൊന്ന് ചെയ്തു നോക്കുക. ഇത് സാധിച്ചു കിട്ടുകയാണെങ്കിൽ എൽറുഹയിൽ വന്ന് സാക്ഷ്യം പറയണം, മറ്റുള്ളവരോട് പറയണം. ദൈവം തന്ന വലിയ ഇടപെടൽ മിറാക്കുലസ് മെഡൽ വഴി എൻ്റെ സാമ്പത്തിക മേഖലയിൽ, എൻ്റെ കുടുംബത്തിൽ, ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക. വേറൊരു വ്യക്തി പറഞ്ഞത് വിശ്വാസത്തോടെ ഓരോരുത്തർ ചെയ്യുകയാണ്. വേറൊരു വ്യക്തി, ആ വ്യക്തിയുടെ വളർത്തുമൃഗം അല്ലെങ്കിൽ പശുവിന് എന്നും രോഗപീഠയാണ്. ഈ സഹോദരി ചെയ്തത് പശുവിൻ്റെ കഴുത്തിലൊരു മിറാക്കുലസ് മെഡൽ അത് തൂക്കിയിടുമെന്ന് പറയുക. അതിൻ്റെ ഒരു സിമ്പിൾ ഫെയ്ത്താണ്. ആ മിറാക്കുലസ് മെഡൽ തൂക്കിയിട്ടോടുകൂടി അതിന് നാളുകളായിട്ടുള്ള ഈ പശുവിൻ്റെ രോഗപീഠ അത് മാറിപ്പോയി, പിന്നെ വരാതിയായെന്ന് കൊണ്ട് ഒരു സാക്ഷ്യം കേട്ടത് ഞാൻ ഓർക്കുകയാണ്. ഇങ്ങനെ മിറാക്കുലസ് മെഡൽ വഴി ഒരുപാട് ചെറുതും വലുതുമായ അത്ഭുതങ്ങൾ, അനുഗ്രഹങ്ങൾ ദൈവം നമ്മിൽ വർഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ടിത് കാണുന്ന എല്ലാവർക്കും കർത്താവ് തരുന്ന സന്ദേശമാണ്, ഒരു മിറാക്കുലസ് മെഡൽ കൈവശം സൂക്ഷിക്കുക. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സമയം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്ന വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 25 മുതലുള്ള തിരുവചനം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും പരിശുദ്ധ അമ്മയോടുള്ള ആ സ്നേഹത്തോടെ ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. എല്ലാവരും ഏറ്റുപറയുന്നു. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അനന്തരം എല്ലാം നിറവേറ്റി കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവന്റെ ചുണ്ടോടടുപ്പിച്ചു. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. മിറാക്കുലസ് മെഡലിലൂടെ അത്ഭുത പെരുമഴ സംഭവിക്കട്ടെ. അത്ഭുത മെഡലിലൂടെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. സാമ്പത്തിക മേഖലയിൽ സംഭവിക്കട്ടെ, ശാരീരിക മേഖലയിൽ സംഭവിക്കട്ടെ, ഭൗതിക മേഖലയിൽ സംഭവിക്കട്ടെ. അത്ഭുത രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുത മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഷിയാ റിയാ 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 റിയാ. എല്ലാവരും ഈ ഭക്തിയുടെ പ്രാധാന്യം തിരിച്ചറിയട്ടെ. അത്ഭുത സാക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അത്ഭുത സാക്ഷ്യങ്ങൾ ഈ കാശ് രൂപത്തിലൂടെ സംഭവിക്കട്ടെ. നമ്മൾ ഏറ്റുപറഞ്ഞ വചനത്തിന് അഭിഷേകം നിറയട്ടെ. നമ്മൾ ഏറ്റുപറഞ്ഞ വചനങ്ങളുടെ അഭിഷേകം നിറയട്ടെ. ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ. ശരി, പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയെ സ്വീകരിച്ചുകൊണ്ട് ശക്തമായി സ്തുതിക്കുന്നു. കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കരങ്ങളടിച്ച്
യോഹന്നാനെ പോലെ പരിശുദ്ധ മറിയത്തെ സ്വന്തം അമ്മയായി സ്വീകരിച്ചുകൊണ്ട് ഭവനത്തിലേക്ക്, ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് കരങ്ങളടിച്ച് കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. കരമുയർത്തി ഇന്നിവിടെ ഈ നിമിഷം അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പടി ഇന്നിവിടെ ഈ നിമിഷം അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കരവീശി ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇരു കരമൊത്ത് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഭാഷാവത്ത് ശക്തമായി സ്തുതിക്കുക. പോരാ ശബ്ദമുയർത്തി സ്തുതിച്ചോ. ദൈവത്തിന്റെ ആത്മാവേ, പിതാവാ, ദൈവപുത്രനാ, ദൈവ പരിശുദ്ധാത്മാവാ, ദൈവമേ അമലോൽപ്പം മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിൽ വിശുദ്ധരെ ഞങ്ങളുടെ മേൽ ഇറങ്ങണമേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ സത്യപത്രനെ സഹായിക്കുന്ന, സംരക്ഷിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന, രൂപാന്തരം തിരത്ത കഴിയണമേ. സകല ശുദ്രം, മന്ത്രവാദ, ആഭിചാരം, ഗുണോത്രം, ദുഷ്ടദോഷം, പൈശാചി, ആക്ക, പീഡനം, ബാധകൾ, കൈവശങ്ങളും ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോട്ടെ. സർവസന്ന ദൈവത്തിനെ സത്യ യക്ഷനായ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ കന്യാമണി സത്യരും മധ്യസ്ഥാനം നികാർ അപ്പ ഗബ്രിയ മാലാമൺ സത്തവാ സാന്ത സംരക്ഷത്താല് ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിലും കുടുംബത്തില്, വ്യക്തിജീവന സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലും വായിലൂടെ വസ്തുവിലും ഭക്ഷണം കടന്നു വന്ന മാനസികമോ ശാരീരിക ആത്മീയമായ മാനസികമോ പ്രാപഞ്ചമോ പൈശാചികമായ സകല ബന്ധനങ്ങള് മത്തായി 4:10, ലൂക്കാ 4:8, മർക്കോസ് 16:5, ഒന്നിയോന 3:8 പിശാചിന്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയ ദൈവപുത്രം ഈ വചന സത്യ സകലവിധ പ്രകൃതി ക്ഷോഭങ്ങൾ, ഇടിമിന് ഇടിവെട്ട് നാശനഷ്ടങ്ങള്, ഉറപ്പ്, ഉദ്ദേശം, വാശി, വന, തർക്കം, കലകളും, പ്രശ്നങ്ങളും, പ്രതിസന്ധികള്, ജഡിയ, ദിവ്യാസ്, കോപാസ്, പശാസതി, സ്വയംഭോഗ, സ്വർഗമോ, തെറ്റായ ബന്ധങ്ങൾ, സ്നേഹങ്ങൾ, വ്യഭിചാര, ദുർബോധം, അഹങ്കാര, അസൂയ, അലസം, മോഹം, കോപം, കൊതി, വിവാഹതടസ്സം, ജോലി തടസ്സം, വിൽപ്പനാസം, യാത്രാസം, പഠനാസം, കോടതിയിൽ സാമ്പത്തികമുട്ട്, കണ്ണു, മൂക്ക്, ചെവി, നാക്ക്, തൊക്ക്, ആദ്യം ബാഹ്യം, ചെറുതോട് രോഗപ്പെടുകൾ, അമിതമായ ഭയം, ദുഃഖം, നിരാശ, അപകർഷതാബോധം, കുറ്റബോധം, ലജ്ജ, തൊട്ടാവാടി സ്വഭാവം, വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ്, ക്ഷമിച്ച് പ്രാർത്ഥിക്കും, സുതിച്ച് പ്രാർത്ഥിക്കും, മരണം വായിക്കാൻ ജന്മാചരണ തടസ്സങ്ങൾ, രോഗശാന്തി തടസ്സങ്ങൾ, സന്ദേശങ്ങളുടെ തടസ്സങ്ങൾ, വന്യജീവികളുടെ ശുദ്ധികളുടെ ആക്രമണങ്ങൾ, അതിന്റെ പിന്നിപത്തികൾ, പൈശാചിക, അന്താശംസ, ആത്മാസക്തി, ദൂട്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുനാമം ഞാൻ ശാസിക്കുന്നു, യേശുനാമനെ ബന്ധിക്കുന്നു, യേശുനാമത്തെ ബഹിഷ്കരിക്കുന്നു, ഈശ്വര കുരിശിനെ ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബ്രോശുവെന്ന് സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. 83 സംഗീതത്തിന്റെ അഭിഷേകം അനുഗ്രഹിക്കണമേ കർത്താവേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ കർത്താവേ. ശക്തമായി സ്തുതിച്ച് ആലുലി 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 ആലുലിയ. ഇനിയും സ്തുതിക്കാത്തവരുണ്ടല്ലോ, വാദമൊന്ന് സ്തുതിക്കുന്നു. കരങ്ങളടിച്ച് പറഞ്ഞ വിശ്വസിക്കാത്ത അത്ഭുതങ്ങള് ഈ എൽ റുഹ ദൈവ വചന ശുശ്രൂഷയിൽ സംഭവിക്കട്ടെ. വചനത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. സൗഖ്യശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കരമുയർത്തി ഇന്നിവിടെ ഈ നിമിഷം അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കൊച്ചുകുട്ടികൾ എല്ലാവരും സ്തുതിച്ചോ. യുവതി യുവാക്കന്മാര് പ്രായമായവരൊക്കെ സ്തുതിച്ചോ. ഈ ശുശ്രൂഷയെ പറ്റി മറ്റുള്ളവരോടൊക്കെ പരിചയപ്പെടുത്താൻ തീരുമാനത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വചനത്തിന് ശക്തി വെളിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ. ഏറ്റു പറഞ്ഞ വചനങ്ങളുടെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക സത്യങ്ങൾ വെളിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ. സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എത്രയോ സത്യമാണെന്ന് തിരിച്ചറിവ് നൽകണമേ. രോഗികളായ മക്കൾ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമൂഹം മുഴുവൻ ശക്തമായി കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു.
ഈ പാടിയ പാട്ടിന്റെ അഭിഷേകം നിറയട്ടെ. വിശുദ്ധ കുർബാനിൽ ഇറങ്ങി വന്ന് തൊടണമേ യേശുവേ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലേക്കും യേശു കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലേക്കും യേശുവിനെ വിളിക്കുക. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കി സ്തുതിക്കുക. സ്തുതിച്ച് പ്രാർത്ഥിക്കണം. സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. എല്ലാവരും വിശുദ്ധ കുർബാനയിൽ നോക്കി സ്തുതിക്കുക. ആരും തളർന്നു പോകരുത്. ശക്തമായ സ്തുതിക്കണം. വാ തുറന്ന് സ്തുതിക്കണം. ഇത് സ്തുതിക്കാനുള്ള സമയമാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിന്റെ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കാൻ പോവുക. സ്തുതിച്ച് പ്രാർത്ഥിക്കും. നിന്റെ ജീവിതത്തിലെ ബന്ധനങ്ങൾ കെട്ടുകളൊക്കെ അഴിയുന്ന സമയമാണ്. എല്ലാവരും സ്തുതിച്ചോ. സമൂഹം മുഴുവനും വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ കണ്ണുകൾ അടച്ചോ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ശക്തമായ സ്തുതിക്കാൻ പറയാം. ആൽബിൻ എന്നൊരു പേര് തരികയാണ്. ആൽബിനെ കർത്താവ് പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. അഖിലിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അഖിലിനെ കർത്താവ് അനുഗ്രഹിക്കുകയാണ്. കൊച്ചുറാണിയെ കർത്താവ് പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുകയാണ്. സച്ചിനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശം തരികയാണ്. സുനിൽ എന്ന പേര് തരിക. സുനിലിനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒപ്പം ശക്തമായി പ്രാർത്ഥിക്കാൻ പറയുക. ജേക്കബ് എന്ന പേര് തരുന്നു. ജേക്കബിനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരിക. ലൈല എന്ന പേര് തരിക. ലൈലയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശം തരികയാണ്. മലബന്ധമുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ കർത്താവ് സൗഖ്യം നിന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. പുറംവേദന സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. നാവിൽ തൊലി പോകുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. എട്ടുകാലിയെ ഭയങ്കര ഭയമാണ്. എട്ടുകാലിയോട് അമിതമായ ഭയം ആന്തരിക സൗഖ്യം നൽകി ആ ഭയം എടുത്തു മാറ്റി കർത്താവ് ഒരു വ്യക്തി അനുഗ്രഹിക്കുന്നത്. പട്ടിയെ പേടി, അമിതമായ പേടിയാണ്. പട്ടിയെന്ന് കേൾക്കുമ്പോഴേക്കും പേടിയാണ്. ആ പട്ടിയോടുള്ള അമിതമായ ഭയം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നത്. ക്യാൻസർ രോഗികളൊക്കെ പ്രാർത്ഥിച്ചോ. ക്യാൻസർ എന്ന് കർത്താവ് എടുത്തെടുത്ത് പറയുന്നു. ക്യാൻസർ രോഗികൾ പ്രാർത്ഥിച്ചോ. പല ക്യാൻസർ രോഗികൾക്കും കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. ഈ ആൾക്കാർ വന്ന് സാക്ഷ്യപ്പെടുത്താവുന്ന തീരുമാനത്തോട് സ്തുതിക്കുക. ഉദരസംബന്ധമായ കുറേ രോഗപീഠകൾ, ഉദരസംബന്ധമായ രോഗങ്ങളുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ. ആ മേഖലയിൽ ഉദരസംബന്ധമായ പല രോഗപീഠകൾക്കും ഈ സമയം സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ മിഖായേൽ, റഫായേൽ, ഗബ്രിയേൽ മാലാഖമാരുടെ ശക്തമായ സാന്നിധ്യം ഇപ്പോൾ നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പല ഭവനങ്ങളിലും വ്യക്തികളിലും വസിക്കുന്നതായിട്ട് ഈശോ കാണിക്കുന്നു. മിഖായേൽ, റഫായേൽ, ഗബ്രിയേൽ മാലാഖമാരോട് പ്രാർത്ഥിക്കുക. അവരുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും നമുക്ക് ലഭിക്കുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശിക്കുക. കുറേ പേര് പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലാറില്ല എന്ന് ഈശോ പറയും. ഒരു ദിവസം ഒരു ജപമാല പോലും ചെല്ലാത്ത മക്കളെ കാണിക്കുക. പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും സന്ദേശം തരിക. പല്ലിന് കംപ്ലൈന്റ് ഉള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ. പല്ല് സംബന്ധമായ രോഗമുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. പല്ല് സംബന്ധമായ രോഗങ്ങൾ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. പട്ടിശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. മൂത്രാശയ സംബന്ധമായ രോഗമുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർ, മൂത്രം തുള്ളിയായി പോവുക, കിഡ്നി സ്റ്റോൺ, മൂത്രത്തിക്കല്ല്, ഇങ്ങനെ മൂത്രാശയ സംബന്ധമായ രോഗമുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ. 91 സങ്കീർത്തനം 8 തിരുവചനം കർത്താവ് ശക്തമായ ഒരു സന്ദേശമായി ഈ ഗ്രൂപ്പിന് തരികയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് തരികയാണ്. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും എന്ന വചനം കർത്താവ് തരികയാണ്. പ്രിയ എന്ന മകളുടെ ഷോൾഡർ പെയിൻ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അൾസറിന് മരുന്ന് കഴിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കിഡ്നിക്ക് തകരാറ് മൂലം മൂത്രം പോകാൻ തടസ്സമുള്ള വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ക്രിസ്റ്റിയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ചെവി വേദന കർത്താവ് ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. തൊണ്ട സംബന്ധമായ അസ്വസ്ഥത മൂലം ധാരാളം വിറ്റ്സിമിട്ടായി കഴിക്കുന്ന ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഓട്ടിസം ഉള്ള ഒരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഒരു ടാക്സി ഡ്രൈവറിനോട് കഴുത്തിൽ ഉത്തിരിയം ധരിക്കാൻ സന്ദേശം തരുന്നു. സോപ്പിന്റെ അലർജി കർത്താവ് ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഇരുട്ടിനെ പേടിയുള്ള ഒരു മകൾക്ക് കർത്താവ് അതിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ആഗ്നസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. മലദ്വാരത്തിൽ ക്യാൻസർ ഉള്ള പീറ്റർ എന്ന മകനെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പീറ്ററിനെ കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. ശരീരം നിറയെ പാലുണ്ണി ബാധിച്ചിരിക്കുന്ന ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കുടല ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. തീപ്പൊള്ളലേറ്റ് ചികിത്സയിലായിരിക്കുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സിബി എന്ന മകന്റെ എട്ടുകാലി കടിച്ചത് മൂലമുള്ള അലർജി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ബേബി, ഉഷ ഇവരെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. മൂക്കിലൂടെ ട്യൂബ് ഇട്ടിരിക്കുന്ന അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിലായിരിക്കുന്ന ഒരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. റോസി എന്ന മകളോട് നിനക്ക് ലഭിച്ച അനുഗ്രഹം എൽറുഹയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് സന്ദേശം തരുന്നു. വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ലില്ലി എന്ന മകളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞൊരു വ്യക്തിക്ക് അത്ഭുത രോഗശാന്തി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. 4 തവണ വിസ റിജക്റ്റ് ആയ ഒരാൾക്ക് വിസ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. അനുപമ എന്ന പേര് തരുന്ന ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. കാൽമുട്ടിന് താഴെയുള്ള മുറിവ് പഴുത്ത് വ്രണം പോലെ ആയിരിക്കുന്ന ഒരു സഹോദരനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ജോർജ്, സിമി ഇവരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. സ്വന്തമായി ബിസിനസ് ഉള്ള സ്റ്റീഫൻ എന്ന മകനോട് മുടങ്ങാതെ ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് കരടിയുടെ ശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ഗ്ലൂക്കോമ ബാധിച്ചിരിക്കുന്ന ഒരു സിസ്റ്ററിനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ജീവ എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. പാവർട്ടി എന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു മകളുടെ
മുടി കൊഴിച്ച് കർത്താവ് സൗഖ്യത്തിലേക്ക് അനുഗ്രഹിക്കുന്നു. ഉണ്ണി എന്ന് പേരുള്ള ഒരു കുട്ടിയുടെ ജലദോഷം കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. സിസ്റ്റർ പാവനയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. തലച്ചോറിൽ നീർക്കെട്ട് കർത്താവ് സൗഖ്യത്തിലേക്ക് ഒരാളെ അനുഗ്രഹിക്കുന്നു. ജോളി എന്ന മകളോട് ഏൽറുഹ ദൈവവചന ശുശ്രൂഷയിലൂടെ ലഭിച്ച അനുഗ്രഹം ഈ ഏൽറുഹയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. സാക്ഷ്യം പറയാത്ത വലിയൊരു സമൂഹത്തെ കർത്താവ് കാണിക്കുക. ആ മക്കളോടൊക്കെ ഏൽറുഹയിൽ വന്ന് നന്ദി പറയാൻ ഈശോ പറയുന്നു. മുണ്ടുനീര് എന്ന ആ രോഗപീഠ കർത്താവ് ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശക്തമായ 1-ാം പ്രമാണ ലംഘനം നടത്തുന്ന ചില വ്യക്തികളെ ഈ ശുശ്രൂഷയിൽ കാണിക്കുന്നു. ആ മക്കളോട് നന്നായി അനുദപിക്കാൻ ഈശോ പറയുന്നു. സൂര്യ നമസ്കാരം ചെയ്യുന്ന മക്കളെ കാണിക്കുന്നു. അറിയാതെയാണെങ്കിലും വാരഫലം അത് തെറ്റാണെന്ന് അറിയില്ല, ആ വാരഫലം നോക്കുന്ന മക്കളെ കാണിക്കുന്നു. അതൊക്കെ ശക്തമായ 1-ാം പ്രമാണ ലംഘനമാണ്. തുറന്ന് കുമ്പസാരിക്കാനും നീ തമാശയ്ക്ക് പോലെ ചെയ്യരുതെന്ന് കർത്താവ് സന്ദേശം തരികയാണ്. ജോസഫ് എന്ന മകന്റെ കിഡ്നി സംബന്ധമായ രോഗം കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നു. ഒരു കോടതി കേസുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു. നടുവിന് ശക്തമായ വേദനയുള്ള ഡോക്ടേഴ്സ് ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്ന കിടന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. നിരന്തരമായി രോഗപീഠകൾ വരുന്ന ചികിത്സയ്ക്ക് വേണ്ടി ഒത്തിരി പണം ചെലവഴിക്കുന്ന ഒരു കുടുംബത്തെ കാണിക്കുന്നു. ആ കുടുംബത്തിൽ ആരും തന്നെ ദശാംശം കൊടുക്കാറില്ല. ദശാംശം കൊടുത്ത് ദൈവ ശുശ്രൂഷകളെ സഹായിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ആലീസ് എന്ന മകളുടെ മുട്ടുവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. രഹസ്യ രോഗങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക രോഗങ്ങൾ ചില വ്യക്തികൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ലീന എന്ന മകളുടെ മുടികൊഴിച്ചിൽ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ചിക്കൻ കഴിക്കുമ്പോൾ അലർജി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കൂർക്കഞ്ചേരി എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. കുക്കർ പൊട്ടിത്തെറിച്ച് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു മകളെ കാണിക്കുന്നു. ഈ മകൾ ഒത്തിരിയും ധരിച്ചതുകൊണ്ടാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടതെന്ന് കർത്താവ് സന്ദേശിച്ചിരുന്നു. ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഈശോ പറയുന്നു. ഇയർ ബാലൻസിന്റെ രോഗാവസ്ഥകളുള്ള വ്യക്തികൾ പ്രാർത്ഥിച്ചോ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ചെവിയുടെ മുകളിലെ മുഴ വളരുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഇഞ്ചി കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സമൃദ്ധമായ വിളവ് നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരു ഡെന്റൽ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയോട് ധാരാളം ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ജെറമിയ 48:10 വചനം കർത്താവ് തരുന്നു. കർത്താവിന്റെ വേലയിൽ അലസനായവൻ ശപിക്കപ്പെട്ടവൻ. ഈ വചനം കർത്താവ് ഈ സമൂഹത്തിന് തരികയാണ്. സുവിശേഷ വേല ചെയ്യാൻ കർത്താവ് സന്ദേശം തരികയാണ്. ഒരു ഭവനത്തിൽ നിന്നും പാറ്റയുടെ ശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം കർത്താവ് ഈ സമൂഹത്തിൽ വർഷിക്കുക. ഈ ശുശ്രൂഷയിലൂടെ ഒരുപാട് അനുഗ്രഹം കർത്താവ് ഈ ലോകം മുഴുവനും വർഷിക്കുന്നതായിട്ട് കാണിക്കുന്നു. കരം ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും സ്തുതിക്കുന്നു. ഇവിടെ പറഞ്ഞതും പറയാത്തതുമായ എല്ലാ അനുഗ്രഹങ്ങളോടും നന്ദി പറയുന്ന കർത്താവേ, തൊട്ട് അനുഗ്രഹിക്കണമേ. അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ആലുലി എന്നെ സാക്ഷിയാക്കി മാറ്റണമേ. ഈ ഏൽറുഹയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പ്രേക്ഷിത വേല ചെയ്യാൻ കൃപ തരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ പേര് ആൻഡോ ജോർജ്. തൃശ്ശൂർ കുരിയിച്ചിറ ഇടവകയിൽ നിന്നാണ് വരുന്നത്. സെൻറ്റ് ജോസഫ് ചർച്ച്. ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് 1000 നന്ദി. എനിക്ക് കിട്ടിയ അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിറാക്കിൾ മെഡലിലാണ് ഒന്നാമത്തെ അത്ഭുതം. എൻ്റെ ജീവിതത്തിൽ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഞാൻ ഇറങ്ങുമ്പോഴാണ് എൻ്റെ വീട്ടിൽ ഉണ്ണിയപ്പം എന്നൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ പ്രൊഡക്ഷൻ വളരെയധികം കുറവിലായിരുന്നു. ആദ്യം 50 എണ്ണമായിരുന്നു, പിന്നെ അത് 100ആയി, 200ആയി, 500ആയി, 700ആയി. ഈ മിറാക്കിൾ മെഡൽ എപ്പോഴും ഞാൻ എൻ്റെ പോക്കറ്റിലിട്ട് നടന്നിരുന്നു. അതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു വലിയൊരു ഉയർച്ച ഞങ്ങൾക്ക് തന്നത്. സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് മാറി വലിയൊരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടി. ഈ മിറാക്കിൾസ് മെഡൽ കിട്ടിയത് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്ന് ധ്യാനം കൂടിയിരുന്നു, ഏൽറുഹ ധ്യാന കേന്ദ്രത്തിലെ ആളാണ് എന്നോട് പറഞ്ഞത്. ആളാണ് എനിക്ക് ഈ മിറാക്കിൾ മെഡലേക്ക് തന്നത്. അത് കിട്ടിയിട്ടൊരു 8 മാസത്തോളമായി. അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചത്. അവിടെ നിന്നാണ് ഒരു അത്ഭുതം ഉണ്ടായിട്ടുള്ളത്. പിന്നത്തത് എൻ്റെ ഈ കയ്യിൻ്റെ അതുപോലെ കാല് സ്കിന്നിൻ്റെ പ്രശ്നം, സ്കിൻ അലർജി. എനിക്കൊരു 1 കൊല്ലത്തോളമായി ഞാൻ മരുന്നുകളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ ഒരു 6 മാസത്തോളമായി ഞാൻ എൻ്റെ മരുന്നുകൾ ഇങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് പലവിധ മരുന്നുകൾ ഉപയോഗിച്ച് നോക്കി ഡോക്ടറുടെ ഒരു ഇതിൽ. പക്ഷേ അത് മാറിപ്പോകുന്നില്ല. പിന്നീടാണ് ഞാൻ ഏൽറുഹ ധ്യാന കേന്ദ്രത്തിൽ വന്ന് താമസിച്ചുള്ള ധ്യാനം കൂടിയത്. ആ താമസിച്ചുള്ള ധ്യാനം കൂടിയാലാണ് ഈ താമസിച്ച് ഞായറാഴ്ച വന്നതിന് ശേഷം വൈകുന്നേരം കിടക്കുമ്പോൾ ഭയങ്കര കടിയും ചൊറിച്ചിലായിരുന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല. പിറ്റേ ദിവസമാണ് ഇവിടെ വിളിച്ചു പറഞ്ഞത് സ്കിൻ അലർജിയുള്ള ആൾക്കാരെ കർത്താവ് സുഖപ്പെടുത്തണമെന്ന്. പിന്നെ അവിടെ നിന്ന് എനിക്ക് ഈ കടി ചൊറിച്ചിലോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ കയ്യിൻ്റെ നിറവൊക്കെ ആകെ മാറിപ്പോയി. അതിപ്പോൾ വളരെ വീണ്ടും പഴയ രൂപത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനൊരു വലിയൊരു അത്ഭുതം എൻ്റെ കയ്യിൽ എന്നിലൂടെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസമുട്ട് ഇതുപോലെ ഒരു 40 വർഷത്തോളമായി എൻ്റെ ശ്വാസമുട്ട്. പലവിധ മരുന്നുകൾ ഉപയോഗിച്ചു. പക്ഷേ ഡോക്ടറുടെ കീഴിലുള്ള മരുന്ന് ഉപയോഗിച്ചു, അത് ഒന്നും ഫലവത്തായില്ല. പക്ഷേ ഈ ഏൽറുഹ ധ്യാന കേന്ദ്രത്തിൽ താമസിച്ചുള്ള ധ്യാനത്തിൽ വിളിച്ചു പറഞ്ഞു ശ്വാസമുട്ടിൻ്റെ പ്രശ്നവും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് ഞാൻ മരുന്ന് ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ 3 ദിവസമായി മരുന്ന് ഉപയോഗിച്ചിട്ട്. പക്ഷേ ഇതുവരെ എനിക്ക് ആ ശ്വാസത്തിൻ്റെ ആ പ്രശ്നം ഉണ്ടായിട്ടില്ല.
എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു ഒരുപാട് അനുഗ്രഹങ്ങളാണ് കർത്താവ് നമ്മുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് അനുഗ്രഹം കിട്ടാനുള്ള മാർഗ്ഗങ്ങളാണ് ഓരോ എൽറുഹ ദൈവവചന ശുശ്രൂഷയിലും കർത്താവ് വെളിപ്പെടുത്തുക. കർത്താവ് തന്ന ഈ സന്ദേശങ്ങൾ വെളിപ്പെടുത്തലാണ് ഓരോ വചന ശുശ്രൂഷയിലും നമ്മൾ കേൾക്കുക. ഇതിലൂടെ കർത്താവ് തന്നത് വെളിപ്പെടുത്തലുകളൊക്കെ ഒന്ന് എഴുതി വയ്ക്കുന്നതും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നതും പ്രാർത്ഥിക്കുന്ന ഒരുപാട് അനുഗ്രഹം നമുക്ക് കൊണ്ടുവരുന്ന ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ ഈ കർത്താവ് തന്ന വെളിപ്പെടുത്തലൊക്കെ പെട്ടെന്ന് നമ്മൾ ഇന്ന് പിശാച് എടുത്തു കളയും, മറന്നുപോകും. അതുകൊണ്ട് ഓർത്ത് അതുപോലെ ചെയ്യുന്നത്. പിന്നെ പ്രത്യേകമായിട്ട് മിറാക്കുലസ് മെഡലിനെ പറ്റി പറയുമ്പോൾ അതൊരിക്കലും ഇനി മറന്നു പോകാതിരിക്കാനും മറ്റുള്ളവരോട് ഈ കാര്യത്തെപ്പറ്റി പ്രചരിപ്പിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഈ മിറാക്കുലസ് മെഡലിൻ്റെ ഭക്തിയെ പ്രചരിപ്പിക്കുന്നവരെയൊക്കെ മാതാവ് അനുഗ്രഹിക്കും, കർത്താവ് അനുഗ്രഹിക്കും. നമുക്ക് മുട്ടുകൾ കുത്തി ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണാമയ കനിയേണമേ ദൈവപിതാവേ കനിയേണമേ കരുണയായിരിക്കണമേ ഞങ്ങളിൽ കരുണയായിരിക്കണമേ ഞങ്ങളിൽ കരുണയായിരിക്കണമേ.